നമസ്കാരം. സ്വന്തം ശേഷി മനസ്സിലാക്കാതെ ഇന്ത്യയുമായി മുട്ടാൻ നിൽക്കുന്ന പാകിസ്ഥാൻ നിലമറന്ന് സ്വന്തം രാജ്യത്തെ തന്നെയാണ് ബലി കൊടുക്കുന്നത്. അതിർത്തിയിൽ നിയമങ്ങൾ ലംഘിച്ച് വെടിവെപ്പുകൾ തുടരുന്ന പാകിസ്ഥാൻ ഏതറ്റം വരെ പോകുമെന്ന് നോക്കി നിൽക്കുകയാണ് ഇന്ത്യ. അതിരുകടന്ന് ഒരു നീക്കമുണ്ടായാൽ പാകിസ്ഥാന് അതിൻ്റെ മറുപടി ഉടൻ തന്നെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ആഞ്ഞടിച്ചോളാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു ദുരന്തം കൂടി പാകിസ്ഥാനെ തേടി എത്തിയിരിക്കുകയാണ്. അതായത് റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂകമ്പം പാകിസ്ഥാനിൽ ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചിരിക്കുകയാണ്. 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായിരുന്നത്. ഖൈബർ പഖ്തൂൻഖ്വയിലെ സ്വാതിലും സമീപ പ്രദേശങ്ങളിലും ഞായറാഴ്ച 4.4 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പമുണ്ടായി. പ്രദേശമാകെ ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസത്തിനു ശേഷമാണ് ഈ സംഭവവികാസം വീണ്ടും ഉണ്ടായത്. അറേബ്യൻ, യൂറോ ഏഷ്യൻ, ഇന്ത്യൻ എന്നീ 3 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നതെന്ന് ജിയോളജിക്കൽ എഞ്ചിനീയർ മുഹമ്മദ് ഹറാൻ പറഞ്ഞു. ഈ രാജ്യത്തിനുള്ളിൽ 5 ഭൂകമ്പ മേഖലകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഞായറാഴ്ചയുണ്ടായ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സ്വാതിലും സമീപ പ്രദേശങ്ങളിലും 185 കിലോമീറ്റർ താഴ്ചയിലും ഹിന്ദു കുലിഷിലാണ് പ്രഭാവ കേന്ദ്രമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂകമ്പം റിപ്പോർട്ട് ചെയ്ത ഉടനെ ആളുകൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്നും പുറത്തിറങ്ങി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഓടുന്നത് കാണുകയുമുണ്ടായി. എന്നിരുന്നാലും സ്വാത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ജീവഹാനിയോ സ്വത്ത് റിപ്പോർട്ടോ നഷ്ടപ്പെട്ടതായി യാതൊരു വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഏപ്രിൽ 12 നേരത്തെ ശനിയാഴ്ച പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. NCS പ്രകാരം 10 കിലോമീറ്റർ ആഴത്തിൽ ഭൂകമ്പമുണ്ടായതായും ഇത് തുടർചലനങ്ങൾക്ക് സാധ്യത ഉള്ളതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി യൂറോപ്യൻ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളെ ഓവർലാപ്പ് ചെയ്യുകയാണ്. ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ ഖൈബർ പക്ത്വ, അതോടൊപ്പം തന്നെ ഗിൽഗിറ്റ് ബാർട്ടിസ്ഥാൻ പ്രവിശ്യകൾ ഇറാനിയൻ പീഠഭൂമിയിലെ യൂറോപ്യൻ പ്ലേറ്റിൻ്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പ്രവിശ്യകൾ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ 2 ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്നതിനാൽ ഈ പ്രദേശം ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. പാകിസ്ഥാനെ പ്രകൃതി പോലും പാഠം പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഫെഡറൽ ഫ്ലഡ് കമ്മീഷന്റെ ഒരു കണക്കനുസരിച്ച് പാകിസ്ഥാൻ അതിൻ്റെ 75 വർഷത്തെ ചരിത്രത്തിൽ 28 സൂപ്പർ നദീതീര വെള്ളപ്പൊക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ സൂപ്പർ വെള്ളപ്പൊക്കം 1950-ലും തുടർന്ന് 1955-ലും 1956-ലും അതോടൊപ്പം തന്നെ 1957-ലും 59-ലും 73-ലും 75-ലും 76-ലും 77, 78, 81, 1983, 1984, 1988, 1992, 94, 95 വർഷങ്ങളിലും തുടർന്ന് 2010 മുതൽ എല്ലാ വർഷവും രാജ്യത്ത് ഓരോ തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസുകൾ പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും നമ്മൾ കണ്ടതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ചരിത്രമാണ് പ്രവിശ്യയിലുള്ളതെങ്കിൽ സ്വാതന്ത്ര്യാനന്തര അധികാരത്തിൽ വന്ന സർക്കാരുകൾ ഈ ആവർത്തിച്ചുള്ള പ്രതിഭാസത്തോട് വേണ്ടത്ര പ്രതികരിക്കുന്നില്ല. മാത്രമല്ല മുൻകരുതലുകളൊന്നും തന്നെ എടുക്കുന്നില്ല. മുൻകരുതലോടെ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമായി വരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ അത് പൊതുവെ ദുർബലമായ പാകിസ്ഥാനെ കൂടുതൽ തകർച്ചയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.
പാർട്ട്ണർ. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.